അമേരിക്കൻ റാപ്പറും മ്യൂസിക് ആൽബം പ്രൊഡ്യൂസറുമായിട്ടുള്ള പി ഡിഡി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയാസിലും വാർത്താ ചാനൽസിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Combs abused, threatened, and coerced victims to fulfill his sexual desires. Freak offs. ഇദ്ദേഹം നടത്തിയിരുന്ന സ്വകാര്യ പാർട്ടികളും ആ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് മുൻപുള്ള ഫോട്ടോസും അതിനുശേഷമുള്ള ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഹോളിവുഡിലെ ടോപ്പ് സെലിബ്രിറ്റികളായിട്ടുള്ള ജെനിഫർ ലോപ്പസ്, ലിയോഡാർഡോ ഡിക്കാപ്രിയോ, വിൽ സ്മിത്തിന്റെ മകനായിട്ടുള്ള ജേഡൻ സ്മിത്ത്, ജസ്റ്റിൻ ബീബർ, കിം കാർദാഷിയൻ, അവസാനമായിട്ട് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വരെ ആ കൂട്ടത്തിലുണ്ട്. ഈ പാർട്ടികളുടെയൊക്കെ ബലമായിട്ട് ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സെക്ഷൽ അസോൾട്ട്, റേപ്പ് തുടങ്ങിയ കേസുകൾ ചുമത്തി പി ഡിഡി ഇപ്പോൾ ജയിലിലാണ്. ആരാണ് പി ഡിഡി? എന്താണ് ഇയാളുടെ പാർട്ടിയിൽ നടന്നുകൊണ്ടിരുന്നത്? ഷോൺ ജോൺ കോംസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. പി ഡിഡി, പഫ് ഡാഡി എന്നീ പേരുകളിലെല്ലാം ഇയാൾ ഇൻഡസ്ട്രിയിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നു. ഇയാൾ ഹോളിവുഡിലെ വളരെ ടോപ്പ് സെലിബ്രിറ്റികളിൽ ഒരാളായിരുന്നു. വെറുതെ അങ്ങ് ടോപ്പല്ല, 3 ഗ്രാമി അവാർഡ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2023 MTV വീഡിയോ മ്യൂസിക് അവാർഡിലെ ഗ്ലോബൽ ഐക്കൺ അവാർഡും ഇയാൾക്കായിരുന്നു. 1969 നവംബർ 4 ന്യൂയോർക്കിലാണ് ഇയാൾ ജനിക്കുന്നത്. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ വെടിയേറ്റ് മരണപ്പെടുന്നു. ഇയാൾക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. 2 പേരെയും പിന്നീട് അമ്മയാണ് വളർത്തുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നുണ്ടെങ്കിലും മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്നു. തൻ്റെ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ട് 1990കളായപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് നിരവധി ഹിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഇയാൾ വളരുകയായിരുന്നു. തുടർന്ന് 1993 ബാഡ് ബോയ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളുടെയും കണ്ടംപററി ആർട്ടിസ്റ്റുകളുടെയും പാട്ടുകളെ കോപ്പിറൈറ്റ് വാങ്ങി റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. ഇതാണ് ഈ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. കമ്പനി വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റാവുന്നു. കമ്പനി മാത്രമായിരുന്നില്ല ഹിറ്റായത്, ആ കമ്പനിയിൽ ഇറങ്ങുന്ന പാട്ടുകളിൽ അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുപയോഗിക്കുന്ന ആൽക്കഹോൾ, ഇതെല്ലാം തന്നെ ഹിറ്റായി. സോ ഇതുപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം ഓരോ പ്രോഡക്റ്റിനും ഓരോ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനികൾക്കൊന്നും പ്രത്യേകം അഡ്വർടൈസ്മെൻ്റ് ആവശ്യം വന്നില്ല. കാരണം ഈ പാട്ടുകളിലെല്ലാം പി ഡിഡിയും കോ ആർട്ടിസ്റ്റുകളും ഇതേ ഡ്രസ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇതേ ആൽക്കഹോൾ ഉപയോഗിക്കും. സോ ഇദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഫാൻസും ആ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങാൻ ആരംഭിച്ചു. സോ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ഒരു ബില്യണറായിട്ട് മാറുകയായിരുന്നു. മ്യൂസിക് ആൽബംസ് മാത്രമായിരുന്നില്ല, അന്നത്തെ കാലത്ത് നിരവധി റിയാലിറ്റി ഷോകൾ ഇയാൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിക്ക് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഇയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അന്നത്തെ കാലത്ത് യങ് ആർട്ടിസ്റ്റുകളെ ഇയാളെ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോപ്പുലറാക്കാൻ പറ്റും എന്നുള്ള ഒരു ലെവലിൽ പി ഡിഡി വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെട്ടു. ഇയാൾക്ക് ലോസ് ഏഞ്ചലസിൽ ബെവേർലി ഹിൽസിൽ ഒരു വലിയ മാൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണമെന്നുള്ളത് അന്നത്തെ യങ് ആർട്ടിസ്റ്റുകളുടെ വളരെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. ഇങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഡിഡിയുടെ ലൈഫിലേക്ക് 2023 നവംബർ 16 ഇയാളുടെ എക്സ് ഗേൾ ഫ്രണ്ടായിട്ടുള്ള കാസി, ഫുൾ നെയിം കാസി എലിസബത്ത് വെഞ്ചുറ, ഇയാൾക്കെതിരെ കോടതിയിൽ ഒരു ലോ സൂട്ട് ഫയൽ ചെയ്തു. ആ ലോ സൂട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: കാസിയും ഒരു സിംഗറാണ്. ഡിഡിയെ താൻ 2005 കണ്ടുമുട്ടുന്നത്. അന്ന് കാസിക്ക് പ്രായം 19 വയസ്സ്. നേരത്തെ പറഞ്ഞ ബാഡ് ബോയ്സ് റെക്കോർഡ്സ് കമ്പനിയിൽ സൈൻ ചെയ്തപ്പോഴാണ് ഡിഡിയെ ആദ്യമായിട്ട് കാണുന്നത്. പരിചയപ്പെട്ട് 2 വർഷം, അതായത് 2007 മുതൽ രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് വെച്ചാൽ, തൻ്റെ 21ാമത്തെ വയസ്സിൽ ഡിഡി എല്ലാവരുടെ മുൻപിൽ വെച്ച് സമ്മതമില്ലാതെ കാസിയെ കിസ് ചെയ്തുവെന്നും അന്ന് കാസിക്ക് അത് എതിർക്കാൻ പറ്റിയില്ല. കാരണം കാസി അന്ന് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അന്ന് ഡിഡിയെ പോലുള്ള വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റിയുടെ പ്രവൃത്തിയെ എതിർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ കരിയർ തന്നെ ഡ്രോപ്പായി പോകുന്നു പേടിച്ചിട്ട് അന്ന് കാസി എതിർത്തില്ല. ആ സംഭവത്തിന് ശേഷമാണ് ഡിഡിയും കാസിയും തമ്മിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ ഡിഡി ഇതിനെ മുതലെടുത്തുകൊണ്ട് അയാളുടെ ലഹരി നിറഞ്ഞ ജീവിതത്തിലേക്ക് കാസിയെ കൊണ്ടുപോവുകയായിരുന്നു. ഡേറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡിഡി കാസിയെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള വെക്കേഷന് കൊണ്ടുപോകുമായിരുന്നു. ന്യൂയോർക്കിലും ലോസ് ഏഞ്ചലസിലും 2 അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദിവസങ്ങൾ പോകുന്തോറും ഡിഡി കാസിയെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. കൺട്രോൾ ചെയ്യുക മാത്രമല്ല, അബ്യൂസ് ചെയ്യാനും തുടങ്ങി. മുഖത്ത് ഇടിക്കുമായിരുന്നുവെന്നും കാലുകൊണ്ട് ചവിട്ടുമായിരുന്നു, തറയിലിട്ട് ചവിട്ടുമായിരുന്നു എന്നൊക്കെ ഈ ലോ സൂട്ടിൽ പറയുന്നുണ്ട്. 2015 കാസിയുടെ മുഖത്തുള്ള പാടുകൾ കണ്ട് കാസിയുടെ സെക്യൂരിറ്റി ഗാർഡും പേഴ്സണൽ അസിസ്റ്റന്റും കരഞ്ഞിട്ടുണ്ടെന്ന് വരെ ഈ ലോ സൂട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അടിച്ച ശേഷം കാസിയെ ഡിഡി ഹോട്ടൽ റൂമിലേക്ക് വിടും. അവിടെ ചെന്ന് മുറിവുകളെല്ലാം ഉണങ്ങിയ ശേഷം മാത്രമാണ് കാസിക്ക് പുറത്തു വരാൻ പെർമിഷൻ ഉള്ളത്. മുറിവുകളെല്ലാം ഉണങ്ങിയ ശേഷം മാത്രമാണ് കാസി ആരെങ്കിലും മീറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ ഈ ലോ സൂട്ടിൽ പറയുന്നുണ്ട്.
കാസി പലതവണ ഡിഡിയെ വിട്ട് പിരിയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കാസിയുടെ പാട്ടുകളെല്ലാം ഡിഡിയാണ് ഓൺ ചെയ്തിരുന്നത്. സോ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഡിഡിയും ഡിഡിയുടെ ആൾക്കാരും കാസിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഭീഷണി എന്ന് പറഞ്ഞാൽ ഡിഡിയുടെ ഫോൺ എടുത്തില്ലെങ്കിൽ കാസിയുടെ ലേബൽ റിലീസ് ചെയ്യില്ലെന്ന് വരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഡിഡി കാസിയെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുകയായിരുന്നു. 2012 ഡിഡിയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ കിഡ് കുഡി എന്ന് പറഞ്ഞ മറ്റൊരു റാപ്പറിൻ്റെ കൂടെ കാസി ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതറിഞ്ഞ ഡിഡി ഈ കിഡ് കുഡിയുടെ കാറിനെ കത്തിക്കുകയായിരുന്നു. ഡിഡിയുടെ അബ്യൂസ്മെൻറ്റ് ഒട്ടും സഹിക്കാൻ പറ്റാതെയായപ്പോൾ 2018 താൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുവെന്നും അന്നൊരു ഡിന്നർ നൈറ്റിന് വിളിച്ചിട്ട് ഡിഡി അതിക്രമിച്ച് വീട്ടിനകത്ത് കയറി കാസിയെ റേപ്പ് ചെയ്തുവെന്നും പറയുന്നു. അന്നാണ് ആ വീട് വിട്ട് കാസി പുറത്തു പോയത്. ഡിഡി കൊടുത്ത 2 കാറുകളെയും തിരിച്ചു കൊടുത്തു. ഇതിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഡിഡി ചില സമയത്ത് കാസിക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് മെയിൽ സെക്സ് വർക്കേഴ്സിനെ വീട്ടിലേക്കോ ഹോട്ടൽ റൂമിലേക്കോ വിളിച്ച് കാസിയെ റേപ്പ് ചെയ്യിപ്പിക്കും. ഡിഡി അത് കാണുകയും അവരുടെ കൂടെ റേപ്പ് ചെയ്യുകയും ചെയ്യുമെന്നും പറയുന്നു. ഇത് നടക്കുന്നതിന് മുൻപും കാസിക്ക് ഡ്രഗ്സ് കൊടുക്കും. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഡ്രഗ്സ് കൊടുക്കും. ലോ സൂട്ട് ഫയൽ ചെയ്തതിൻ്റെ അടുത്ത ദിവസം കാസിയുടെ ലോയർ മാധ്യമങ്ങളോട് ഒരു വാർത്ത പറയുന്നു. തങ്ങൾ കേസ് പിൻവലിച്ചുവെന്നും കാരണം 2 പാർട്ടികൾക്കുമിടയിൽ ഡീലിംഗ് കഴിഞ്ഞു, 2 പേരും ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് കേസ് പിൻവലിക്കുന്നുവെന്ന് പറയുന്നു. കേസും പിൻവലിക്കുന്നു. ഡിഡി കാസിക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നല്ലൊരു എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ആ ഒരു വിഷയം തീർന്നെങ്കിലും അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം തുടങ്ങുകയായിരുന്നു. നവംബർ 16 കേസ് ലോ സൂട്ട് ഫയൽ ചെയ്തു. നവംബർ 23 അതായത് ഒരാഴ്ചക്കകത്ത് അടുത്ത കേസ് ഫയലാകുന്നു. അങ്ങനെ തുടർന്ന് 4 കേസുകൾ ഒരു മാസത്തിനിടയിൽ ഫയലാകുന്നു. ഇതുപോലെ തുടർന്ന് കേസുകൾ ഫയലായിക്കൊണ്ടിരുന്നപ്പോൾ ഡിഡി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇനഫ് ഈസ് ഇനഫ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞാൻ സൈലൻ്റായിട്ടിരുന്ന് ആളുകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കേവലമായിട്ടുള്ള അലിഗേഷൻസ് എനിക്ക് നേരെ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സത്യത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പോരാടും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷവും കേസുകൾ ഫയലായിക്കൊണ്ട് തന്നെ ഇരുന്നു. ആ സമയത്ത് ഒരു ഹോട്ടലിൻ്റെ കോറിഡോറിലുള്ള ഒരു CCTV വിഷ്വൽ ഓൺലൈനിൽ ലീക്ക് ആകുന്നു. ആ ഫുട്ടേജിൽ കാസി ഒരു ഹുഡി ഇട്ടുകൊണ്ട് ഹോട്ടൽ റൂം വിട്ട് പുറത്തേക്ക് പോകുന്നു. തൊട്ടുപുറകെ ഒരു ടവൽ മാത്രം കെട്ടിക്കൊണ്ട് ഡിഡിയും ഓടി വരുന്നു. കാസി ലിഫ്റ്റിൻ്റെ അടുത്തിരുന്നപ്പോൾ ഡിഡി ഓടി വന്ന് അവളെ അടിച്ച് തറയിലിട്ട് ചവിട്ടി വലിച്ചഴിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വലായിരുന്നു അത്. ഈ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിഡി ആ ഹോട്ടലിന് $50,000 ഓഫർ ചെയ്തുവെന്നും പറയപ്പെടുന്നുണ്ട്. ഈ വീഡിയോ ഓൺലൈനിൽ ഭയങ്കരമായിട്ട് വൈറലായപ്പോൾ ക്ഷമാപണമായിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഡിഡി വന്നു. It's so difficult to reflect on the darkest times in your life. Sometimes you got to do that. I was fucked up. I hit rock bottom. But I make no excuses. My behavior on that video is inexcusable. I take full responsibility for my actions in that video. I'm disgusted. കാസി തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെതിരായിട്ട് കേസുകൾ ഫയൽ ചെയ്തു. പക്ഷെ ബാക്കിയുള്ളവർ എന്തിനാണ് കേസ് ഫയൽ ചെയ്തത്? ഈ കേസിൽ ഏകദേശം 120ഓളം വിക്ടിംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ ആരായിരുന്നു? ഇവരെല്ലാം ആരാണ്? ഇവരെല്ലാം എങ്ങനെയാണ് ബാധിക്കപ്പെട്ടത് എന്ന് നോക്കുമ്പോഴാണ് അവിടെയാണ് ഫ്രീക്ക് ഓഫ് പാർട്ടി എന്ന കോൺസെപ്റ്റ് വരുന്നത്. ഡിഡി 2 തരത്തിലുള്ള പാർട്ടികൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു. ഒന്ന് വൈറ്റ് പാർട്ടി, മറ്റൊന്ന് ഫ്രീക്ക് ഓഫ് പാർട്ടി. ബെവർലി ഹിൽസിലുള്ള ആ മാൻഷനിൽ 1998 മുതൽ 2009 വരെ എല്ലാ വർഷവും വൈറ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി നടക്കുമായിരുന്നു. ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും വെള്ള ഡ്രസ്സ് ധരിച്ചായിരിക്കും വരുന്നത്. അതിൽ ഹോളിവുഡിലെ വലിയ ടോപ്പ് സെലിബ്രിറ്റികൾ വരെ ഉണ്ടായിരിക്കും. സിനിമാ മേഖല, രാഷ്ട്രീയം, മ്യൂസിക്കൽ ഇൻഡസ്ട്രി അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിൽ നിന്നും സെലിബ്രിറ്റികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഈ പാർട്ടിയിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. ഈ പാർട്ടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പല മേഖലയിൽ നിന്നുള്ള സെലിബ്രിറ്റികളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഹോളിവുഡ് ആക്ടേഴ്സ്, സിംഗേഴ്സ്, മ്യൂസിക് ആൽബം പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പലരുമായിട്ടും. ഈ പാർട്ടി എത്രത്തോളം ഫേമസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിയോഡാർഡോ ഡിക്കാപ്രിയോ, ഡൊണാൾഡ് ട്രംപ് എന്നിവർ വരെ ഈ പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡിഡി ഈ വൈറ്റ് പാർട്ടി അല്ലാതെ വേറെയും പാർട്ടികൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതിൽ ജസ്റ്റിൻ ബീബർ, ജെനിഫർ ലോപ്പസ്, വിൽ സ്മിത്തിന്റെ മകനായിട്ടുള്ള ജേഡൻ സ്മിത്ത് അങ്ങനെ പലരും പങ്കെടുക്കുമായിരുന്നു. ഡിഡി ഈ പാർട്ടികളെക്കുറിച്ച് പറയുന്നത് ജനറേഷൻ ബാരിയേഴ്സിനെയും റേഷ്യൽ ബാരിയേഴ്സിനെയും ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പാർട്ടി എന്നാണ്.
വൈറ്റ് പാർട്ടി കഴിഞ്ഞ് പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് എല്ലാം വീട് വിട്ട് പുറത്തു പോയതിനു ശേഷമായിരിക്കും ഫ്രീക്ക് ഓഫ് പാർട്ടി സ്റ്റാർട്ടാകുന്നത്. അവിടെ ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള ലിസ്റ്റ് നേരത്തെ തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. വളരെ സീക്രട്ടായിട്ട് പുറത്ത് പറയാതെയായിരിക്കും ഇവർക്ക് ഇൻവിറ്റേഷനും കൊടുക്കുന്നത്. പുറത്താരും പോകാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഗാർഡ്സ് ഗണ്ണ് വെച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ലിസ്റ്റ് അല്ലാതെ മറ്റൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് വിക്ടിം ലിസ്റ്റ്. ഈ വിക്ടിം ലിസ്റ്റിൽ ആര് വേണോ ഉണ്ടായിരിക്കാം. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഡിഡി എവിടെയെങ്കിലും വെച്ച് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് ഇൻവിറ്റേഷൻ കൊടുക്കും. കോണ്ടാക്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. അവിടെ ചെല്ലുമ്പോഴേക്കും ആദ്യം അവരുടെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലക്കും. അവിടെ വളരെ ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാം ലഹരിയിലായിരിക്കുന്ന സമയത്ത് അവരെ ഒരു ഗ്രൂപ്പ് സെക്സിലേക്ക് തള്ളിവിടും. അവിടെ ഗേ സെക്സ് പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിക്ടിം ലിസ്റ്റിൽ ആണായാലും ശരി പെണ്ണായാലും ശരിയെന്ന്. തുടർന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡിഡി വീഡിയോ ആയിട്ട് എടുത്ത് സൂക്ഷിക്കും. ഇതുപയോഗിച്ച് പിന്നീട് അങ്ങോട്ട് അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങും. ഈ വീഡിയോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും അടുത്ത പാർട്ടിക്ക് വരാൻ വേണ്ടി പറയും. ഇത് പല വർഷമായിട്ട് ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴാണ് ഒരു കേസ് ഫയലായതും ജയിലിലായതും. ഈ കേസിൽ വേറെയും ഒരുപാട് ടോപ്പ് സെലിബ്രിറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ മറ്റാരെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റിൻ ബീബർ ചെറുപ്പത്തിൽ ഇയാളുടെ കൂടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ജസ്റ്റിൻ ബീബറിന്റെ പഴയ പാട്ടുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് സെയിലാകുന്നുണ്ട്. ഈ സംഭവത്തിന് മുൻപ് ആഴ്ചയിൽ 100 എണ്ണം പോലും വിറ്റുപോകാത്ത ജസ്റ്റിൻ ബീബറിന്റെ പഴയ ആൽബംസ് ഇപ്പോൾ ആയിരക്കണക്കിനാണ് ആഴ്ചയിൽ വിറ്റുപോകുന്നത്. എന്തെന്നാൽ 2016 ഇറങ്ങിയ ജേക്കോളും ബിയോൺസും കൂടി ചെയ്ത ഷീ നോസ് എന്ന് പറഞ്ഞ ഒരു സോങ്ങിൽ ആലിയ, ലെഫ്റ്റ് ഐ, മൈക്കിൾ ജാക്സൺ എന്നീ 3 സിംഗേഴ്സിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ആളുകൾ ഇപ്പോൾ ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ജസ്റ്റിൻ ബീബർ തന്റെ പഴയ സോങ്ങിലൂടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനാണ് ഇപ്പോൾ ജസ്റ്റിൻ ബീബറിന്റെ പഴയ സോങ്ങുകൾ കൂടുതലായി സെയിലാകുന്നത്. ഇത് മാത്രമല്ലാതെ ഈ ഫ്രീക്ക് ഓഫ് പാർട്ടിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോസ് ഡാർക്ക് വെബിൽ റിലീസായിട്ടുണ്ടെന്നും അത് $500 മില്യൺ കൊടുത്ത് ആരൊക്കെയോ വാങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. Just got sold on the dark net, which I know because I monitor, went for $500 million. It had multiple stars in it. Nicki Minaj, Rihanna, Chris Brown, Justin Bieber, Drake. It was a really interesting night in Calabasas, and he just sold that footage. ഈ വീഡിയോ വാങ്ങിയത് ഹോളിവുഡിൽ തന്നെയുള്ള വലിയ സെലിബ്രിറ്റികളാണെന്നും ആ വീഡിയോയിലുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, ന്യൂസ് ചാനൽസിൽ പോലും ഇതാണ് ചർച്ച ചെയ്യുന്നത്. A particular video they were in possession of, and to contact the person who was in the video to see if they were interested in purchasing the video before it became a public knowledge. I've heard this before, so like a catch and kill. Catch and kill, correct. ഇതിന്റെ എല്ലാം ഫലമായിട്ട് ഡിഡിയുടെ ലോസ് ഏഞ്ചലസിലും മയാമിയിലുമുള്ള വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്തു. അവിടെ നിന്ന് 1000 ബോട്ടിൽ ബേബി ഓയിൽസും ലൂബ്രിക്കൻസും കിട്ടിയിട്ടുണ്ട്. കൂടാതെ കുറെ ഗൺസും സീസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഈ കേസിൽ മറ്റു വലിയ സെലിബ്രിറ്റികളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഇതിന് പുറകിൽ വലിയ ടോപ്പ് സെലിബ്രിറ്റികൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഡിഡി ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. പക്ഷേ ഈ ചുമത്തപ്പെട്ട കേസുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഡിഡി ജീവിതകാലം മുഴുവനും ജയിലിൽ കഴിയേണ്ടി വരും. 2025 മെയ് 5-നാണ് ഈ കേസിന്റെ വിചാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മാസം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വീണ്ടും കേസുകൾ ഫയലായി കഴിഞ്ഞാൽ അതിന്റെ കാലാവധി വീണ്ടും നീണ്ടേക്കാം. ഡിഡിയുടെ ലോയർ പറയുന്നത് ഈ കേസുകളെല്ലാം കെട്ടിച്ചമച്ചതാണ്, ഒന്നും സത്യമുള്ളതല്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ.